എത്ര വലിയ രോഗാണെങ്കിലും എത്ര വലിയ പ്രയാസത്തിലാണെങ്കിലും അവൻ മരണത്തിന്റെ വക്കിലാണ് നിൽക്കുന്നതെങ്കിൽ പോലും അതിൽ നിന്ന് രക്ഷ നേടാനുള്ള ഒരു അമലുണ്ട്, ഒരു സൽക്കർമ്മമുണ്ട്. അതാണ് സ്വതക്ക അഥവാ ദാനധർമ്മം. സ്വതക്ക വിപത്തുകളെ തടയും, വരാനിരിക്കുന്ന പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും തടയുന്നതാണ് സ്വതക്ക. സ്വതക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പണം കൊടുക്കുന്നത് മാത്രമല്ല സ്വതക്ക. നമ്മൾ ഒരാളെ കാണുമ്പോൾ നമ്മൾ ആത്മാർത്ഥമായി ഒരു പുഞ്ചിരി അവനിലേക്ക് നൽകിയാൽ അതും സ്വതക്കയാണ്. ഒരാൾ പ്രയാസപ്പെട്ടിരിക്കുകയാണ്, നമ്മുടെ കയ്യിൽ പണമില്ല അവനെ സഹായിക്കാൻ, അപ്പൊ നമ്മുടെ ശരീരം കൊണ്ട് ചെയ്യുന്ന സഹായം അത് അവനക്ക് നൽകാൻ സാധിക്കുകയാണെങ്കിൽ അതും സ്വതക്കയാണ്. അതിന് കഴിയുന്നില്ല, അപ്പൊ അവനക്കൊരു ആശ്വാസത്തിന്റെ വാക്കുകൾ നമ്മൾ അവനിലേക്ക് നൽകുകയാണെങ്കിൽ അതും സ്വതക്കയാണ്. അപ്പൊ സ്വതക്കക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. നമ്മുടെ പ്രയാസങ്ങൾ എത്ര വലിയ പ്രതിസന്ധിയാണെങ്കിലും അതിനൊക്കെ തട്ടി നീക്കാനുള്ള ഒരു കഴിവ് ദാനധർമ്മത്തിനുണ്ട്. രഹസ്യമായി ചെയ്യുന്ന സ്വതക്ക, നാലാളെ അറിയാതെ നമ്മൾ അറിയാതെ അവനിക്ക് സഹായിക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്യുന്ന സ്വതക്ക അത് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ളതുമാകുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കോപത്തിൽ നിന്ന് അവൻ സംരക്ഷിക്കപ്പെടുകയും ചെയ്യും. നമ്മൾ മറ്റു ദർഗയിലോ മറ്റു സ്ഥലങ്ങളിലോ പണം നമ്മൾ ഒഴുക്കാതെ പ്രയാസപ്പെടുന്ന ആളുകളിലേക്ക് നമ്മൾ പണം എത്തിക്കണം. അതാണ് ദാനധർമ്മം എന്ന് പറയുന്നത്. ഒരു നേരത്തെ ഭക്ഷണത്തിന് വകയില്ലാതെ ബുദ്ധിമുട്ടുന്ന ആളുകൾ, അവരിലേക്കാണ് നമ്മൾ ദാനധർമ്മം ചെയ്യേണ്ടത്. മക്കളെ കല്യാണം കഴിക്കാൻ പണമില്ല, അതിൻ്റെ പേരിൽ പ്രയാസപ്പെടുന്ന ഉപ്പമാരുണ്ട്, അവരെ നമ്മൾ സഹായിക്കണം. രോഗങ്ങൾ കൊണ്ട് ജോലി ചെയ്യാൻ സാധിക്കാത്ത ആളുകളുണ്ട്, അവരിലേക്ക് നമ്മൾ സഹായം എത്തിക്കണം സുഹൃത്തുക്കളെ. അങ്ങനെ നമ്മൾ അർഹതപ്പെട്ട ആളുകളിലേക്ക് നമ്മൾ നമ്മുടെ ഒരു വിഹിതം, നമ്മൾ ഹലാലായിട്ട് സമ്പാദിച്ച സമ്പാദ്യത്തിൽ നിന്ന് നമ്മൾ ആത്മാർത്ഥമായിട്ട് അവർക്കൊരു വിഹിതം നിങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫലം നിങ്ങൾക്ക് ഈ ഭൂമിയിൽ വെച്ച് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നതാണ്. അതുകൊണ്ട് നമ്മൾ നൽകുന്ന സ്വതക്കകളൊന്നും ഒരിക്കലും തന്നെ പാഴായി പോകുന്നില്ല. അത് നമുക്ക് വരാൻ പോകുന്ന വിപത്തുകളെ തടയാനുള്ള ഒരു സൽക്കർമ്മമാണ് എന്നുള്ളത് നമ്മൾ ഈ അവസരത്തിൽ ഓർക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്തുകൊണ്ട് ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.